നീയ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കി റൂമിലേക്ക് വരുമ്പോൾ അച്ഛനും മോളും ഭയങ്കര കളിയിലാണ്. ഇതെന്നും ഉള്ളതായതുകൊണ്ട് അവൾ അവരെ ഒന്ന് നോക്കിയിട്ട് ഫ്രഷ് ആകാനായി കയറി. ഫ്രഷായി ഒരു നൈറ്റ് ഗൗണിട്ട് നീളം മുടി കെട്ടിവെച്ച് ബെഡിൽ വന്നിരുന്നു. താൻ വന്നിരുന്നിട്ടും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇരുന്ന് കളിക്കുന്ന അച്ഛനെയും മോളെയും കണ്ടതും നീയയുടെ കണ്ണുകൾ അവർക്ക് നേരെ കൂർത്തു. അതിന് കാരണം എന്തിനും ഏതിനും താൻ മാത്രം മതിയായിരുന്നു വംശിമോൾക്ക്. എന്നാൽ അച്ഛനെ കണ്ടതും അവൾക്കിപ്പോൾ അച്ഛൻ മതി. അത് തന്നെയായിരുന്നു ആ കുശുമ്പിന് കാരണം. കണ്ണാ, മതി കളിച്ചത്, വന്ന് കിടക്കാൻ നോക്ക്. വംശി ഒന്ന് നോക്കിക്കൊണ്ട് നീയ അവളോടായി പറഞ്ഞു. അമ്മോ, കൊച്ചിനെയും കൂടി. നീയയുടെ വിളി കേട്ടതും വംശി അവളോടായി പറഞ്ഞു. അതും കൂടെ കണ്ടതും നീയയുടെ മുഖം ഒന്നുകൂടെ വീർത്തു. അഗ്നി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ ആ ഭാവം എല്ലാം കണ്ടതും അഗ്നി മോളോടായി പറഞ്ഞു. കണ്ണാ, ഇന്നിനി ഇത് മതി കളിച്ചത്. നമുക്ക് നാളെ കളിക്കാം. ഇനി കളിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ അമ്മു നമ്മളെ രണ്ടുപേരെയും വഴക്കു പറയും. അതുകൊണ്ട് നമുക്ക് നാളെ കളിക്കാട്ടോ. അഗ്നി പറയുന്നത് കേട്ടതും മോൾ കളിയെല്ലാം നിർത്തി നീയയുടെ അടുത്തായി വന്നു കിടന്നു. എന്തൊക്കെ പറഞ്ഞാലും രാത്രി കിടക്കാറാകുമ്പോൾ വംശിക്ക് നീയ തന്നെ കൂടെ വേണം. അമ്മയെയും മോളെയും ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി മോളെ എടുത്തിട്ട ഓരോ സാധനം ഓരോ സൈഡിലായി മാറ്റി വെച്ചു. അവരെ ഒന്ന് നോക്കി അവനും കിടന്നു. നാളെ തനിക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്തെന്നറിയാതെ. എന്നത്തെയും പോലെ രാവിലെ തന്നെ നീയ എഴുന്നേറ്റു. ഒന്ന് ഫ്രഷായി സുഖമായി ഉറങ്ങിക്കിടക്കുന്ന മോളുടെ അടുത്തായി പില്ലോയൊക്കെ വെച്ച് ഒന്നുകൂടെ ഒന്ന് പുതപ്പിച്ചുകൊണ്ട് നീയ വാതിലും ചാരി പുറത്തേക്ക് വന്നു. വംശിമോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം ചെയ്തു വെക്കണം. ഓരോന്ന് ഓർത്തുകൊണ്ട് നീയ കിച്ചണിലേക്ക് കയറി. അപ്പത്തിനുള്ള മാവ് ഫ്രിഡ്ജിലുള്ളത് കൊണ്ട് അതെടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ മുട്ട കറി വെക്കാനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും അങ്ങനെ വേണ്ട വിധത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൂടെ കാപ്പിക്കുള്ള വെള്ളവും വെച്ചു. അപ്പോഴേക്കും അഗ്നി ഫ്രഷായി ജോഗിങ്ങിന് പോകാനായി ഇറങ്ങി. അവൻ പോയി കുറച്ചു കഴിഞ്ഞതും വംശിയും എഴുന്നേറ്റു. മോളെ പിന്നെ വേഗം ഒന്ന് ഫ്രഷാക്കി ഉടുപ്പെല്ലാം മാറ്റി അവൾക്കുള്ള പാലുമായിട്ട് നീയ പെണ്ണിൻ്റെ അടുത്ത് ഇരുന്ന് ഓരോന്ന് പറഞ്ഞു പെണ്ണിന് പാൽ കൊടുത്തു. ആ സമയമാണ് പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടത്. മോളെ ഒന്ന് നോക്കിയിട്ട് നീയ പോയി വാതിൽ തുറന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. മുത്തശ്ശിയമ്മേ! അവൾ ഓടിച്ചെന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ വിളിച്ചു. ആ സമയം അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. ഞങ്ങളുമുണ്ട്, ഞങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യാം. അവരുടെ ഈ സ്നേഹപ്രകടനം കണ്ടതും മുത്തശ്ശൻ അവരെ ഒന്ന് നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവളൊരു ചിരിയോടെ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. മുത്തശ്ശന്റെ കുട്ടിക്ക് സുഖമാണോ? അയാൾ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. സുഖം. അയാളുടെ ചോദ്യം കേട്ടതും അവളൊരു ചിരിയോടെ പറഞ്ഞു. അല്ല, എവിടെ ഞങ്ങളുടെ കാന്താരി? എഴുന്നേറ്റില്ലേ? ഉണ്ട്, അകത്തുണ്ട്. നിങ്ങൾ കയറി വാ. അവൾ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഇനിയിപ്പോൾ വന്നവരെയൊക്കെ പരിചയപ്പെടാം. അഗ്നിയുടെ അച്ചാച്ചൻ നാഗരാജ വസിഷ്ഠ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രുക്മിണി നാഗരാജ വസിഷ്ഠ, പിന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മഹാദേവ് വസിഷ്ഠ, ഭാര്യ സീതാലക്ഷ്മി, അതായത് അഗ്നിയുടെ അച്ഛനും അമ്മയും. നാട്ടിൽ നിന്ന് തീർത്ഥാടനം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് 4 പേരും കൂടി, അതും അവരുടെ രാജകുമാരിയെ കാണാൻ. അവർ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുന്ന അവരുടെ കൊച്ചുമകളെ, വസിഷ്ഠ കുടുംബത്തിലെ അടുത്ത തലമുറ, അവരുടെ രാജകുമാരി. അപ്പൂപ്പൻ്റെ പൊന്ന് എന്തെടുക്കുവാ? അകത്തേക്ക് കയറിയത് മുത്തശ്ശൻ വംശിയെ നോക്കി ചോദിച്ചു. എന്നാൽ അത്രയും നേരം കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന വംശിമോൾ അപ്പൂപ്പൻ്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കിയതും കണ്ടു അവിടെ നിൽക്കുന്നവരെ. അത് കണ്ടതും സോഫയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പൂപ്പ! തങ്ങളുടെ അടുത്തേക്ക് വരുന്ന പൊന്നോമനയെ കണ്ടതും എല്ലാവരും ചിരിയോടെ നോക്കി നിന്നു. അപ്പൂപ്പൻ്റെ പൊന്ന് എന്തെടുക്കുമായിരുന്നു? കാർട്ടൂൺ കാണുമായിരുന്നു. അവളൊരു ചിരിയോടെ അവർക്ക് മറുപടി കൊടുത്തു. പിന്നെ അങ്ങോട്ട് കൊച്ചുമകളെ എടുത്ത് വിശേഷം പറയുന്ന തിരക്കിലായിരുന്നു. വംശിമോളും അതുപോലെ തന്നെ എല്ലാവരോടും അടുത്ത് ചെന്ന് ഓരോ വിശേഷം പറയുന്ന തിരക്കിലായിരുന്നു. അപ്പോഴേക്കും നീയ അവർക്കെല്ലാം കുടിക്കാനുള്ള ചായയുമായിട്ട് വന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഐഷുവും അന്നമ്മയും അങ്ങോട്ടെത്തിയിരുന്നു. ഹലോ ഓൾഡ് മാൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ഐഷു അവിടെ ഇരിക്കുന്ന മുത്തശ്ശനെ കണ്ടപ്പോൾ അയാളോടായി ചോദിച്ചു. ആരാടി നിന്റെ ഓൾഡ് മാൻ? ഞാൻ സ്റ്റിൽ യങ്ങാണ്. അവളുടെ ചോദ്യം കേട്ടതും അയാൾ ഇത്തിരി ഗമയിൽ തന്നെ പറഞ്ഞു. ഓ, വന്നു കയറിയില്ല, രണ്ടും തുടങ്ങി. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ, കൊച്ചിനോട് വെറുതെ വഴക്കിടാൻ? ഇവരുടെ ആ സംസാരം കേട്ടതും മുത്തശ്ശി അവരോടായി ചോദിച്ചു. ഒന്ന് പോടി അവിടെ നിന്ന്. എൻ്റെ കുഞ്ഞിനോട് ഞാൻ വഴക്കിടും, അതിന് നിനക്കെന്താ? മുത്തശ്ശൻ മുത്തശ്ശിയെ നോക്കി ഒരു ചൊടിയോടെ ചോദിച്ചു. ഓ മതി രണ്ടും കൂടി പറഞ്ഞത്. എൻ്റെ മുത്തിക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തശ്ശിയുടെ അടുത്തായി ഇരുന്നു കൊണ്ട് ഐഷു മുത്തശ്ശിയോടായി ചോദിച്ചു. ഓ, അല്ലേലും അവൾക്ക് നമ്മളെയൊന്നും കണ്ണിൽ പിടിക്കില്ല. അത് കണ്ടതും ലക്ഷ്മി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അല്പം പരിഭവത്തോടെ പറഞ്ഞു. എൻ്റെ സീതക്കൊച്ചു പിണങ്ങാതെ, ഇല്ലേ കൊച്ചിൻ്റെ മഹിയേട്ടൻ വന്ന് വഴക്ക് പറയും കേട്ടോ. എല്ലാം കണ്ട് ഒരു ചിരിയോടെ ഇരിക്കുന്ന മഹിയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ഐഷു പറഞ്ഞു. എടി കാന്താരി, നീ അടി മേടിക്കും കേട്ടോ. അവൾ പറയുന്നത് കേട്ടതും മഹി കള്ള ഗൗരവത്തോടെ അവളോടായി പറഞ്ഞു. അതൊക്കെ ഇരിക്കട്ടെ, എവിടെ പോയി നാട്ടിൽ നിന്ന് വന്ന 2 സാധനങ്ങൾ? കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞത് മുത്തശ്ശൻ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ജോഗിങ്ങിന് പോയേക്കുവാ.
നിയ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അവരോടായി പറഞ്ഞു. അവനറിഞ്ഞോ ഞങ്ങൾ ഇന്ന് വരുന്ന കാര്യം? അവൾ പറയുന്നത് കേട്ടതും മഹി അവളെ നോക്കി അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ഇല്ല അച്ഛാ, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ കണ്ടുപിടിച്ചില്ലേ, ഇനി അതും കൂടെ കണ്ടുപിടിക്കട്ടെ. അച്ഛൻ്റെ ചോദ്യം കേട്ടതും നിയ അവരോടായി പറഞ്ഞു. അതേസമയം തന്നെയാണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അത് കേട്ടതും ഐഷു ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അഗ്നിയും ആദിയും അലക്സും അവളെ ഒന്ന് നോക്കി കയറി. എന്നാൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നവർ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് ഒരടി പോലും ചലിക്കാതെ തറഞ്ഞു നിന്നുപോയി. എന്നാൽ വംശി അച്ഛനെ കണ്ടതും വേഗം അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛാ, എക്ക്. അച്ഛയുടെ മുത്ത് തൽക്കാലം ഇവരോട് സംസാരിച്ചൊക്കെ ഇരിക്കും. അച്ഛ അപ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി മോളോടായി പറഞ്ഞു. അതോടെ വംശി തിരിച്ചു അച്ഛൻ്റെ അടുത്തേക്കായി പോയിരുന്നു. ദൈവമേ, എന്നെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷിക്കാൻ ആരുമില്ലേ? ഇനി എല്ലാവരുടെയും ചോദ്യം എൻ്റെ നേർക്കായിരിക്കും. ഓ, ആ കാലനും ഒന്നും അറിയണ്ടല്ലോ. അവൻ ആരെയും നോക്കാതെ അകത്തേക്ക് പോയി. ഇനി എല്ലാത്തിൻ്റെയും ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണം. ആരെയും നോക്കാതെ അകത്തേക്ക് പോയ അഗ്നിയെ ഒന്ന് ഓർത്തുകൊണ്ട് ആദി മനസ്സിൽ പറഞ്ഞു. അവിടെ നിൽക്കാതെ വന്നിരുന്നാട്ടെ. നിന്ന് താളം ചവിട്ടുന്ന രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് മുത്തച്ഛൻ അവരോടായി പറഞ്ഞു. ആരാ ഇത്? എൻ്റെ രുക്മിണിക്കുട്ടിയാണോ? രക്ഷപ്പെടാൻ ഒരു മാർഗം കിട്ടിയതുപോലെ അവരുടെ അടുത്തേക്ക് വരുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആദി ചോദിച്ചു. അതിന് നീ ഏതാ ചക്കാ? അവൻ്റെ ചോദ്യം കേട്ടത് മുത്തശ്ശി അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവനോട് ചോദിച്ചു. എന്നാൽ അത് കേട്ടത് വംശിമോൾ കുണുങ്ങിച്ചിരിക്കുവായിരുന്നു. അയ്യേ, ചെയ്യച്ചൻ തമ്മിപ്പോയേ. വംശി വാ പൊത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോടി കാന്താരി. വംശിയുടെ കവളിലായി ഒന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് ആദി അവളോടായി പറഞ്ഞുകൊണ്ട് മോളുടെ അടുത്തായിരുന്നു. ഇനി ആ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് അതിനെയും കൂടെ നിന്നെ പോലെ ആക്കരുത്. വംശിയോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കണ്ട് മുത്തച്ഛൻ അവനെ നോക്കി പറഞ്ഞു. എന്നെ പോലെ ആയാൽ എന്താ കുഴപ്പം? മുത്തച്ഛൻ്റെ സംസാരം കേട്ടതും ആദി അയാളോടായി ചോദിച്ചു. ഒരു കുടുംബത്തിൽ ഒന്നിനെ സഹിക്കാൻ പറ്റില്ല, അപ്പോഴാണ് അടുത്ത ഒരാളെ കൂടെ. ഇയാൾ എന്ന് ഞാൻ. മുത്തച്ഛൻ പറയുന്നത് കേട്ട് ആദി എന്തോ പറയാമെന്ന് അതേ സമയമാണ് അഗ്നി ഫ്രഷായി അവിടേക്ക് വന്നത്. അത് കണ്ടതും ആദി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. അച്ഛനെ കണ്ടതും വംശിമോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ചാച്ചനും അച്ചമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ വന്നപ്പോൾ മോൾക്ക് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അതൊക്കെ കണ്ട് മോളുടെ സംസാരമൊക്കെ കേട്ട് അഗ്നി അങ്ങനെ തന്നെ ഇരുന്നു. അല്ല, എന്താ എൻ്റെ മകന് എൻ്റെ മോളുടെയും കൊച്ചുമോളുടെയും അടുത്ത കാര്യം? അവരെ തന്നെ കുറച്ച് നിമിഷം നോക്കിയിരുന്നിട്ട് മഹി മകനോടായി ചോദിച്ചു. ഞാനുള്ളത് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും അടുത്താണ്. അച്ഛൻ്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം മനസ്സിലായതും അഗ്നി അയാളോടായി പറഞ്ഞു. എന്നാൽ അഗ്നി പറയുന്നതൊക്കെ കേട്ടതും ഒരു പുച്ഛത്തിൽ അവൻ്റെ അമ്മ ചോദിച്ചു. എവിടെയായിരുന്നു ഇത്രയും നാൾ നിന്റെ ഭാര്യാസ്നേഹം? ഈ പെങ്കൊച്ച് ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഒരു വേലക്കാരിയുടെ സ്ഥാനമല്ലായിരുന്നോ നീ അതിന് കൊടുത്തത്? അതൊക്കെ പോട്ടെ, അന്ന് ഈ പെണ്ണ് രാത്രിക്ക് രാത്രി ആ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് പോലും ഈ ഭർത്താവ് സ്നേഹം ഞങ്ങളാരും കണ്ടില്ലായിരുന്നു. അമ്മയുടെ ചോദ്യങ്ങളെല്ലാം കേട്ടു നിന്നതല്ലാതെ അഗ്നി ഒരക്ഷരം മിണ്ടിയില്ല. നിനക്കറിയണോ മോളെ ഞങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുകിട്ടിയത് എന്ന്? ഇവിടുത്തെ ജാനകി എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് മാധവൻ്റെ ഭാര്യയായിരുന്നു. മാധവ് മരിച്ചിട്ട് അവർക്കൊരു താങ്ങായി ഞാനും നിന്റെ അമ്മയും ഉണ്ടായിരുന്നു. എൻ്റെ സീതയുടെ ആത്മമിത്രം കൂടിയാണ് ജാനകി. അവൾ വഴിയാണ് ഞങ്ങൾ മോളെക്കുറിച്ച് അറിഞ്ഞത്. പിന്നെ ഒട്ടും താമസിച്ചില്ല അച്ഛനും അമ്മയും ഞാനും സീതയും തീർത്ഥാടനം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. മോൾക്കൊരു താങ്ങായി ഞങ്ങളുണ്ടായിരുന്നു. നിന്റെ ചോരയെ കയ്യിൽ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തെക്കാളും സങ്കടമായിരുന്നു. വസിഷ്ഠ തറവാട്ടിൽ വളരേണ്ട ഞങ്ങളുടെ രാജകുമാരി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നോർത്ത്. അതിലുപരി നീ അംഗീകരിക്കുവോ എന്ന പേടി. മോനെ അഗ്നി, എൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും മിടുക്കൻ നീ ആയിരുന്നു. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാനാണ് ഇവളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. നീ എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കുമെന്ന് ഓർത്തു. പക്ഷേ അവിടെ ഈ വൃത്തൻ തോറ്റുപോയി. അല്ല, നീ തോൽപ്പിച്ചു. ഇനി എൻ്റെ കുട്ടിയെ വിഷമിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. അവൾ എവിടെയും ജീവിച്ചോളും. നിനക്കൊരു ശല്യമായി എൻ്റെ കുട്ടി വരില്ല. എല്ലാം കണ്ടും കേട്ടും നിന്ന മുത്തച്ഛൻ അത്രമാത്രം അഗ്നിയോട് പറഞ്ഞു. കാരണം അത്രയും അയാളുടെ മനസ്സ് വേദനിച്ചു. തൻ്റെ കൊച്ചുമകൻ്റെ പ്രവൃത്തി ഓർത്തു. ദേവൂട്ട, അച്ചമ്മയ്ക്കും അതേ പറയാനുള്ളൂ. എൻ്റെ കുട്ടി ഒരുപാട് സഹിച്ചു. ഇനി നീ അതിനെ വേദനിപ്പിക്കരുത്. ഇല്ല അച്ചമ്മേ, അങ്ങനെ ഉപേക്ഷിക്കാനല്ല ഞാൻ അവളെ തേടി ഇവിടേക്ക് വന്നത്. ശരിയാണ്, എനിക്ക് ആദ്യമൊക്കെ വെറുപ്പായിരുന്നു. പിന്നെ എപ്പോഴോ എൻ്റെ മനസ്സിൽ ഇവളോട് ഇഷ്ടം തോന്നി. പക്ഷേ അത് സമ്മതിച്ചു തരാൻ എനിക്ക് എൻ്റെ ഈഗോ അനുവദിച്ചില്ല. പക്ഷേ ഇനി ഞാൻ ഇവളെ വിട്ടുകളയില്ല. പിന്നെ ഒരിക്കലും എൻ്റെ ചോരയെ ഇല്ലാതാക്കാൻ മാത്രം ദുഷ്ടനല്ല ഈ അഗ്നിദേവ്. നിങ്ങൾക്ക് സത്യം അറിയാമായിരുന്നേൽ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. എനിക്കും ആഗ്രഹമില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച അറിയാനുമൊക്കെ. അവിടെയും തോറ്റുപോയി ഈ അഗ്നി. ഇവളോട് ചെയ്തതിന് എന്ത് ശിക്ഷയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരിക്കൽ കൂടി ഇവളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയും എല്ലാവരോടുമായി പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി.
പക്ഷേ അപ്പോഴും അവന് അറിഞ്ഞില്ല ഇനി തങ്ങൾ നേരിടാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ബാക്കിയാണ് എന്ന്. അണിയറയിൽ അവർക്ക് വേണ്ടിയുള്ള പല പണികളും ഒരുങ്ങുകയാണ് എന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് നിയ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ശരിയാണ്, കുഞ്ഞിൻ്റെ കാര്യം മറച്ചു വെച്ചത് തെറ്റ് തന്നെയായിരുന്നു. പറയണമെന്നുണ്ടായിരുന്നു. അന്ന് സന്തോഷത്തോടെ പറയാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതോടെ തകർന്നുപോയി. എല്ലാം അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നോട്ട് എന്ത് എന്ന് ഒരു പിടുത്തവുമില്ലായിരുന്നു. അവളുടെ മനസ്സിൽ പഴയ പല കാര്യങ്ങളും ഓടി നടന്നു. എന്നാൽ ലച്ചു അമ്മയുടെ വിളി അവളെ ഭൂതകാലത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. മോളെ, നീ ഇത് എന്താ ആലോചിച്ച് നിൽക്കുവാണ്? ലച്ചു അവളെ ഒരു സംശയത്തോടെ നോക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു. ഒന്നുമില്ല അമ്മേ, ഞാൻ മോളെ നോക്കിയിട്ട് വരാം. അവൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും. അമ്മ എല്ലാവരെയും വിളിക്ക്, ഞാൻ അപ്പോഴേക്കും മോളെയും കൂട്ടി വരാം. ഐഷു, നീ അപ്പോഴേക്കും കഴിക്കാനെടുത്ത് വെക്ക്. അമ്മ അവരെ വിളിച്ചിട്ട് വാ, മരുന്നൊക്കെ ഉള്ളതല്ലേ? നീ രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ആ, അങ്ങനെ നല്ല കാര്യമൊക്കെ പറ, മനുഷ്യൻ വിശന്നിട്ട് വയ. നീയ പറയുന്നത് കേട്ടതും അന്നമ്മ വയറും തടവിക്കൊണ്ട് അവരോടായി പറഞ്ഞു. ഇവൾക്ക് ഏതു നേരവും തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ. അന്നമ്മ പറയുന്നത് കേട്ടതും അലക്സ് പതിയെ മനസ്സിലോർത്തു. എന്നാൽ അവൻ പറയുന്നത് അവൾ നല്ല വ്യക്തമായി തന്നെ കേട്ടു. അതേ ദേഷ്യത്തോടെ അവനെ നോക്കി അവൾ ചോദിച്ചു. എടോ, തനിക്കെന്തേലും കുഴപ്പമുണ്ടോ? എൻ്റെ വാ എൻ്റെ വയർ, ഞാൻ കഴിക്കും. അതിന് തനിക്കെന്നാ എത്ര എനക്കേട്? എൻ്റെ പൊന്നോ, നീ കഴിച്ചോ, എനിക്കതിന് ഒരു കുഴപ്പവുമില്ല. അവളുടെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ട് ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും അവസാനം അവളെ നോക്കി അവൻ തൊഴുകൈയോടെ അവളോടായി പറഞ്ഞു. ശേഷം ആദ്യം വിളിച്ചുകൊണ്ട് ഫ്രഷ് ആകാനായി അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി. നിയ റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് ബെഡിലിരുന്ന് കളിക്കുന്ന വംശിമോളെയാണ്. ബെഡിൽ മുഴുവൻ ടോയ്സ് നിരത്തിയിട്ടിട്ടുണ്ട്. അതവളുടെ സ്ഥിരം പരിപാടിയാണ്. എത്ര അടുക്കി വെച്ചാലും എല്ലാം നിരത്തിയിടും. അവൾ അഗ്നിയെ ചുറ്റും നോക്കി. റൂമിലൊന്നും കാണുന്നില്ല. ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അവിടെ ഉണ്ട് എന്ന്. കണ്ണാ, അമ്മ പറഞ്ഞിട്ടില്ലേ ഇതിങ്ങനെ വലിച്ചു വാരിയിടരുത് എന്ന്? മോളുടെ അടുത്തേക്ക് വന്ന് രണ്ട് കൈയും ഇടുപ്പിൽ കുത്തിവെച്ചുകൊണ്ട് നിയ മോളോടായി ചോദിച്ചു. എന്നാൽ നിയയുടെ ചോദ്യം കേട്ട് പെണ്ണൊരു കള്ളച്ചിരി ചിരിച്ചു. ഞാനല്ലമ്മോ, ചേ ചെയ്തേ. ആ കള്ളച്ചിരി കണ്ടപ്പോൾ തന്നെ നിയയ്ക്ക് കാര്യം മനസ്സിലായി. എന്തോ കള്ളത്തരമാണ് പറയാൻ പോകുന്നത് എന്ന്. എന്നാൽ ബാൽക്കണിയിൽ നിന്ന് ഫോൺ കോൾ കഴിഞ്ഞ് തിരികെ വന്ന അഗ്നി ഇത് കേട്ടതും തലയ്ക്ക് കൈകൊടുത്ത് നിന്നുപോയി. അയ്യോടി, അപ്പോ എൻ്റെ കണ്ണ ഒന്നും അറിഞ്ഞില്ല അല്ലേ? നിയ മോളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവളോടായി ചോദിച്ചു. ഇല്ലമ്മോ, മോൾ പറഞ്ഞത് കേട്ടല്ലോ, അവളുടെ അച്ഛനാണ് ഇതൊക്കെ ചെയ്തത് എന്ന്. അതുകൊണ്ട് ഇത് ഫുൾ നിങ്ങൾ തന്നെ ക്ലീൻ ആക്കിയേക്കണം. എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന അഗ്നിയെ നോക്കി നിയ പറഞ്ഞു. അമ്മു പറഞ്ഞത് കേട്ടില്ലേ? നിയ പറയുന്നതൊക്കെ കേട്ട് വംശി അതേപോലെ തന്നെ മുഖത്ത് വലിയ ഗൗരവത്തിലൊക്കെ പറയാൻ ശ്രമിച്ചു. എന്നാൽ ആ ഉണ്ടക്കണ്ണ് ഉരുട്ടിയുള്ള സംസാരം കേട്ട് നിയയ്ക്ക് ചിരിയാണ് വന്നത്. അവൾ ഒരുവിധം ചിരി അടക്കി പിടിച്ചു നിന്നു. എന്നാൽ അഗ്നി മോളെ നോക്കി പേടിപ്പിക്കുകയാണ്. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് പണി മുഴുവൻ എനിക്ക് എന്ന ഒരു ചിന്തയായിരുന്നു അഗ്നിയുടെ മനസ്സിൽ. എന്നാൽ അഗ്നി മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടത് വംശിമോൾ ഒന്നുകൂടെ കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. പാഞ്ഞത് കേട്ടില്ലേ? കേട്ടു തമ്പുരാട്ടി, അടിയൻ ചെയ്തോളാവേ. മോളുടെ ചോദ്യം കേട്ടതും അഗ്നി മോളോടായി പറഞ്ഞു. ആ, മതി പറഞ്ഞത്. എൻ്റെ പൊന്നിനിന്ന് വിശക്കുന്നില്ലേ? മോളുടെ മുടിയെല്ലാം ഒതുക്കി കെട്ടിവെച്ച് കൊടുത്തുകൊണ്ട് നിയ മോളോടായി ചോദിച്ചു. ആ, ഞാൻ അച്ചുവിനോട് പറഞ്ഞോളാം. അയച്ചു എനിക്ക് തന്നാ മതി. അതും പറഞ്ഞ് പെണ്ണ് നിയയുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അയച്ചു എന്ന് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അതൊന്നും നോക്കി ചിരിയോടെ മോളുടെ പുറകെ പോകാൻ നിന്ന നിയെ അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നിയ ഒരു സംശയത്തോടെ അവൻ പിടിച്ച കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. പുരികം പൊക്കി എന്താ എന്ന് ചോദിച്ചു. എന്നാൽ അവൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് അവൻ അവളെ വലിച്ച് നെഞ്ചത്തേക്കിട്ട് പിറകെ പുണർന്നു. നിയ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ നോക്കി. എന്നാൽ അവളെ അതിന് അനുവദിക്കാതെ ഒന്നുകൂടെ ഇറുക്കെ പുണർന്നു അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി നിന്നു. നിയ അവനെ ചേർത്ത് പിടിച്ചു അങ്ങനെ നിന്നു. അവൾക്കറിയാമായിരുന്നു അവൻ്റെ മനസ്സിലെ സംഘർഷം. അതറിഞ്ഞതുപോലെ അവൾ പതിയെ അവൻ്റെ പുറത്ത് തട്ടി അവനെ ആശ്വസിപ്പിച്ചു.